ഹജ്ജ് കാലത്ത് മക്കയിലെ ഓരോ പള്ളികളും സജീവമാകും. ഹറം കഴിഞ്ഞാൽ മക്കയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ കയറി ഇറങ്ങുന്ന പള്ളിയാണ് ആയിഷ മസ്ജിദ്. അതിനൊരു ചരിത്രമുണ്ട്. അതിലേക്കാണ് അടുത്തത്. മക്കയിലെത്തുന്നവർ ഹജ്ജിനും ഉംറക്കുമെല്ലാം അതിനായുള്ള വേഷം ധരിച്ചാണ് എത്താറുള്ളത്. ഇഹ്റാം എന്ന വെള്ള വസ്ത്രം ധരിക്കാൻ സാധിക്കാത്തവർക്കോ മക്കയിലെത്തിയ ശേഷം ആ വസ്ത്രം ധരിക്കാം എന്ന് കരുതുന്നവരോ അതിനായി ഉപയോഗപ്പെടുത്തുന്ന പ്രസിദ്ധമായ പള്ളികളിലൊന്നാണ് മസ്ജിദ് ആയിഷ. കഅബയിൽ നിന്നും 8 കിലോമീറ്റർ ദൂരത്താണ് ആയിഷ മസ്ജിദ്. പ്രവാചകന്റെ പത്നിയും ഇസ്ലാമിക വിശ്വാസി സമൂഹത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുകയും ചെയ്ത ആയിഷ ബീവിയുടെ പേരിലുള്ളതാണ് ഈ പള്ളി. ഈ പള്ളിക്ക് ആ പേര് വന്നതിന് പിന്നിലൊരു കഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 10 ഇവിടെ ഹജ്ജത്തുൽ വദാഇൽ വന്ന് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഫാമിലിയുടെ കൂടെയാണ് വന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ആർത്തവം വരികയും അവർക്ക് തവാഫ് ചെയ്യാൻ കഴിയാതെ വരികയും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ച് മടങ്ങുന്ന സന്ദർഭത്തിൽ അവർക്ക് പ്രത്യേകം ഉംറ ചെയ്യുന്നതിന് വേണ്ടി ശുദ്ധിയായതിനു ശേഷം അവരുടെ സഹോദരൻ അഥവാ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ മകൻ അബ്ദുറഹ്മാൻ എന്ന ആയിഷ ബീവിയുടെ സഹോദരൻ്റെ കൂടെ ഈ തൻഈം എന്ന സ്ഥലത്തേക്കാണ് അഥവാ ഹറമിൻ്റെ പുറത്തേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ സഹോദരൻ്റെ കൂടെ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി അയച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു തആല ഇഹ്റാം ചെയ്ത ആ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദ് ആയിഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വേറെയും പള്ളികൾ ഉണ്ടെങ്കിലും ഈ പള്ളിയിലേക്കാണ് കൂടുതൽ വിശ്വാസികൾ ഉംറവേഷം അണിയാനായി എത്താറുള്ളത്. മക്കയിൽ നിന്നും അടുത്തുള്ള ഒരു ബൗണ്ടറി ആണ് ഈ മസ്ജിദ് ആയിഷ സ്ഥിതി ചെയ്യുന്നത്. മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന റൂട്ടിലാണുള്ളത്. ഏകദേശം ഒരു 8 കിലോമീറ്റർ താഴെയാണ് അതിൻ്റെ ദൂരമുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പോകാനും വരാനും വളരെ എളുപ്പമുള്ള ഒരു മീഖാത്താണത്. ഹില്ല് എന്നാണ് അതിന് പറയുക. മക്കത്തകത്തുള്ളവർ ഇഹ്റാം ചെയ്യുന്നതിന് മീഖാത്തല്ല, ഹില്ല് എന്നാണ് പറയുന്നത്. ആ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ഹാജിമാർ അവിടെ പോയിട്ട് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് വരാറുണ്ട്. ഹറമിലേക്ക് ഉംറക്കും ഹജ്ജിനുമായി പ്രവേശിക്കുമ്പോൾ ധരിക്കുന്ന ഈ വസ്ത്രം മനുഷ്യരെ ഒരു വ്യത്യാസവുമില്ലാതെ തുല്യ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. ഇഹ്റാം വേഷം ധരിക്കാതെ മക്കയിലെ ഹറം പരിധിയിൽ പ്രവേശിച്ചാൽ അവർ വീണ്ടും ഹറമിന് പുറത്തു പോയി തന്നെ ഇഹ്റാം അണിഞ്ഞു വരണം. ഹജ്ജ് ഉംറ ഈ 2 കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് അത് നിർവഹിക്കുന്ന വ്യക്തി ഹറമിലും ഹറമിന് പുറത്തും ഉണ്ടായിരിക്കണം എന്നതാണ്. അതായത് മക്കക്കാരനായ ഒരാൾ ഹജ്ജിന് ഇവിടെ വെച്ച് ഇഹ്റാം ചെയ്യും. അയാൾ ഇവിടെ നിന്ന് ഇഹ്റാം ചെയ്താൽ അയാൾ ഹജ്ജിൻ്റെ വേളയിൽ അറഫയിൽ പോകും. അപ്പോൾ അയാൾ ഹജ്ജിന് ഹറമിനകത്തും അതുപോലെ തന്നെ ഹറമിന് പുറത്തും ഉണ്ടായി. ഒരു വ്യക്തി ഹറമിലും ഉണ്ടാകണം, ഹില്ലിലും ഉണ്ടാകണം എന്നതാണ്. അതേസമയത്ത് മക്കക്കാരനായ ഒരാളാണെങ്കിലും മക്കയിൽ ജനിച്ചു വളർന്നവനല്ലാത്ത ഇവിടെ വന്ന മറ്റുള്ളവരാണെങ്കിലും ശരി ഇഹ്റാം ചെയ്യാൻ വേണ്ടി ഹറമിൻ്റെ പുറത്ത് പോകണം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് ഹറമിൻ്റെ പുറത്ത് വരെ പോയിട്ട് വരണം. രണ്ടിലൊന്ന് ചെയ്യണം. ഈ ചെയ്യുന്ന വ്യക്തി ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും ഹറമിലും വേണം, ഹറമിന് പുറത്തും വേണമെന്നർത്ഥം. അതുകൊണ്ട് ഉംറക്ക് ഇഹ്റാം ചെയ്യണമെങ്കിൽ മക്കക്കാരാണെങ്കിലും ശരി വിദേശികളാണെങ്കിലും ശരി അവർ ഹറമിൻ്റെ പുറത്തേക്ക് പോകണം. ഹറമിൻ്റെ പുറത്തേക്ക് പോകാൻ ഏറ്റവും സൗകര്യമുള്ള സ്ഥലമാണ് തൻഈം 1. 2 ആയിഷ ബീവി ഇഹ്റാം ചെയ്തു എന്ന പ്രാധാന്യത അവിടെയുണ്ട്. ഈ പള്ളി മാത്രമല്ല 3 പള്ളികൾ കൂടി മക്കയിൽ ഇതിനുണ്ട്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ മക്കയിലെത്തിയ ഒരാൾക്ക് ഉംറ ചെയ്യാൻ പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനം ജഅറാന, 2ാം സ്ഥാനം മസ്ജിദ് ആയിഷ, 3ാം സ്ഥാനം ഹുദൈബിയ. എന്നാൽ ഹറമിൻ്റെ പുറത്ത് എവിടെ വെച്ചും അയാൾക്ക് ഇഹ്റാം ചെയ്യാം. ഇതാണ് ഈ പ്രാധാന്യത കൊണ്ടാണ് അവർ തൻഈമിലേക്ക് പോകുന്നത്. 2 കാര്യം. 1 2ാം സ്ഥാനം അതിനുണ്ട്. രണ്ടാമത്തേത് 7 കിലോമീറ്ററേ ഉള്ളൂ. വളരെ സൗകര്യപ്രദമായി പോയി വരാൻ കഴിയും. ഹറമിൻ്റെ പുറത്ത് എവിടെ പോയാലും മതി. ഇതെല്ലാം കൂടാതെ
ത്വായിഫിലും മദീനയിലുമെല്ലാം സമാന രീതിയിൽ പള്ളികളുണ്ട്. വിശാലമായ സൗകര്യങ്ങളോടെ ആയിഷ മസ്ജിദ് ഇന്ന് വികസിപ്പിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഏറെയുണ്ട്. ഇതര പള്ളികളെ പോലെ തന്നെ ഒരു സാധാരണ പള്ളിയാണ് അത്. എന്നിരുന്നാൽ പോലും ഹജ്ജിനും ഉംറയ്ക്കും വരുന്നവർ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് കൊണ്ട് 24 മണിക്കൂറും അത് സജീവമായിരിക്കും. എത്ര തിരക്കുണ്ടെങ്കിൽ പോലും അവിടെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ചില ആൾക്കാരൊക്കെ ഇഹ്റാം ചെയ്തിട്ടായിരിക്കും വരുന്നത്. എന്നാൽ പോലും ഇഹ്റാം ഇല്ലാതെ വരുന്നവർക്ക് കുളിക്കാനും ഇഹ്റാം മാറാനുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. എന്തിനേറെ പറയുന്നു, അവിടെ വരുന്നവർ കേവലം 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വന്നാൽ പോലും അവിടെ ഒരു തിരക്കില്ലാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യാൻ ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും അവിടെയുണ്ട്. പള്ളിക്ക് തൻഈം എന്നും പേരുണ്ട്. പണ്ട് ഈ പള്ളി നിന്ന സ്ഥലത്തിന്റെ പേരാണ് തൻഈം. ആ പ്രദേശത്തിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. പ്രവാചകന്റെ പ്രസിദ്ധ അനുയായിയെ വധിച്ച സ്ഥലമാണിത്. ആയിഷ ബീവി ഇഹ്റാം ചെയ്ത സ്ഥലം എന്ന പ്രാധാന്യത അതിനുണ്ട്. മറ്റൊന്ന്, അതിൻ്റെ ഏതാണ്ട് വടക്ക് 200 മീറ്റർ അപ്പുറത്താണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുരിശിലേറ്റി വധിച്ച, അഥവാ അദ്ദേഹത്തെ ഒരു കഴുമരത്തിൽ കയറ്റി വധിച്ച സംഭവം നടന്നത്. ഹിജറ വർഷം ചരിത്രം കൃത്യമായി പറയുന്നുണ്ട്. ഹിജറ 4-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് മദീനയിൽ ഹുദൈൽ ഗോത്രത്തിൻ്റെ ഒരു ഉപഗോത്രം വരികയും അവർ പ്രബോധനത്തിന് ഏതാനും ആളുകളെ അയച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നായകത്വത്തിൽ ഒരു സംഘത്തെ അയക്കുകയും വഴിക്ക് വെച്ച് ശത്രുക്കളെ ആക്രമിക്കുകയും അങ്ങനെ അവരെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു തആല അൻഹു അതുപോലെ തന്നെ ബന്ധപ്പെട്ട മറ്റു ചില സ്വഹാബത്ത് മരണപ്പെടുകയും അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സയ്യിദ് ഇബ്നു ദഥിന റളിയല്ലാഹു തആല അൻഹു അവർ ചെറുത്ത് നിൽക്കുകയും അവരെ പിടിച്ച് മക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ മക്കയിൽ കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് പകയുള്ള ഹാരിസ് ഇബ്നു ആമിർ ഇബ്നു ലൗഫൽ എന്ന വ്യക്തിയെ അദ്ദേഹം ബദറിൽ കൊന്നിരുന്നു. അവരുടെ കുടുംബം അദ്ദേഹത്തോട് പക തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തടവിലാക്കുകയും അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോയി ഈ സ്ഥലത്ത് വെച്ച് കുരിശിൽ നാട്ടി ചിത്രവധം ചെയ്യുകയും ചെയ്തു. ആ സ്ഥലമാണ് ഈ തൻഈം എന്ന് പറയുന്ന സ്ഥലം. ഈ 2 പ്രത്യേകതകളാണ് തൻഈമിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. പള്ളിയിൽ നിന്ന് ഹറമിലേക്ക് സൗജന്യ ബസ് സർവീസ് ഉണ്ട്. ഒഴുകിയെത്തുന്ന വിശ്വാസി സമൂഹത്തെ ഉൾക്കൊള്ളുന്ന ഈ പള്ളിയും പരിസരവും ചരിത്ര കഥകൾ കൂടി പറയുന്നു.